ഇതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, എന്നാൽ നല്ല തിളച്ച വെള്ളവും ആവരുത്. ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫോർക്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ റവ ഈ ഒരു വെള്ളമൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തിക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. റവയും തൈരും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ അരച്ചെടുത്താൽ മതി. അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ തൈര് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. 10 മിനിറ്റ് അടച്ചു വെച്ച് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായി വന്ന ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ തേച്ച് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഇഡ്ഡലി ചുട്ടെടുക്കുമ്പോൾ തേച്ച് കൊടുക്കാറുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഈ മോൾഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി അടർത്തിയെടുക്കാൻ പറ്റും. ചൂടാറുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. എന്നിട്ട് നമുക്കിത് 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇഡ്ഡലി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല പഞ്ഞി പോലെ ഉണ്ട്. അപ്പോൾ മടിയുള്ള ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ഇന്ന് എന്താ ഉണ്ടാക്കുന്നൊരു പ്ലാനും ചെയ്യാത്ത ദിവസങ്ങളിലൊക്കെ റവ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റവ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.